സുഷുവിൻ്റെ ബർത്ത്ഡേ ആണ്. സുഷുവിൻ്റെ ബർത്ത്ഡേ ആയിട്ട് സെലിബ്രേഷൻ ഒന്നും ഇല്ലെന്ന് തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ആനിവേഴ്സറി ഒന്നും സെലിബ്രേറ്റ് ചെയ്തിരുന്നില്ല. അപ്പോൾ സുഷു ഇതേ പോയിട്ടുണ്ട്. ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നൊരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. ലെറ്റ്സ് സീ. അങ്ങനെ നേരെ ഞാൻ റെസിഡൻസി ഹോട്ടലിൽ പോയി മാനേജറിനോട് കാര്യമെല്ലാം സംസാരിച്ചു. അതിനുശേഷം ഓക്സിജനിൽ പോയി ഒരു കിടിലൻ ഗിഫ്റ്റ് അങ്ങ് മേടിച്ചു. ശേഷം ജസ്റ്റ് ബേക്കിൽ വന്നിട്ട് ഞാൻ സുഷുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്ലേവറിൽ ഹാപ്പി ബർത്ത്ഡേസ് മൈ ഡിയർ സുഷു എന്ന് പറഞ്ഞ് എഴുതിച്ചതിന് ശേഷം അവിടെ നിന്ന് ഒരു ബലൂണും ക്യാൻഡിലും മേടിച്ചിട്ട് നേരെ നമ്മുടെ ഹോട്ടലിൽ കൊണ്ട് കൊടുക്കാനായിട്ട് പോവുകയാണ്. ഇതാണ് അർബൻ ഹൗസ് എന്ന് പറയുന്ന റെസ്റ്റോ ബാർ കം ഹോട്ടലാണ്. ലക്ഷറി ഹോട്ടലാണ്, പാർക്ക് റെസിഡൻസി. അവിടെ ചെന്നിട്ട് ഞാൻ അവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ഞാൻ നേരെ അവിടെ നിന്ന് പോരുകയാണ്. ഇതാണ് റെസ്റ്റോ ബാർ സെറ്റപ്പ് വരുന്നത്. സുഷുവിന് ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല എന്താ നടക്കാൻ പോകുന്നുള്ളത്. വീട്ടിലോട്ട് പോകാമെന്നാണ് പറയുന്നത്. പോകുന്ന വഴിക്ക് ജസ്റ്റ് എന്തെങ്കിലും കഴിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോഴായിരിക്കും സർപ്രൈസ് അറിയാം. അങ്ങനെ ഞങ്ങൾ നേരെ ആ ഹോട്ടലിലേക്ക് പോയി. ശേഷം ലിഫ്റ്റിലേക്ക് കയറി നേരെ ആ ഒരു റെസ്റ്റോ ബാർ സെറ്റപ്പിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇവിടെ ഒന്നും ഒരു സംശയവും ഇല്ല. എല്ലാം തുറന്നു കഴിഞ്ഞാൽ ബലൂൺ കണ്ടപ്പം പുള്ളിക്ക് ഒരു ഡൗട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് പുതിയ ഹോട്ടലായതുകൊണ്ടാണ് ബലൂൺ ഉള്ളതെന്ന്. അങ്ങനെ മെനു ഒക്കെ ഓർഡർ പറയുകയാണ്. ഒരു ഡ്രിങ്ക്സൊക്കെ ഓർഡർ ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വീഡിയോ അവിടെ പ്ലേ ചെയ്യുന്നത്. ഇത്ര നേരം പാട്ട് കേട്ടോണ്ടിരിക്കുകയാണ്. പുള്ളി ഞെട്ടി ഉടനെയാണ് അപ്പോഴേ കേക്ക് വരികയാണ്. കേക്ക് വന്നപ്പോഴേ പുള്ളി വീണ്ടും ഞെട്ടുകയാണ്. എന്താണ് സംഭവിക്കുന്നത് ഒരു ഐഡിയ ഇല്ല. ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞു. അങ്ങനെ അടുത്ത ഗിഫ്റ്റ് വരികയാണ്. ഗിഫ്റ്റ് വന്നാൽ വീണ്ടും ഞെട്ടുകയാണ്. അങ്ങനെ ഗിഫ്റ്റ് എല്ലാം തുറന്ന് എന്താണെന്നൊക്കെ മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞാനത് കെട്ടിയായി കൊടുത്ത് വാച്ചായിരുന്നു. ശേഷം എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ചു. അപ്പോഴാണ് അടുത്ത സംഭവം. ഒരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് ഈ പാട്ട് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. ഇറ്റ്സ് ഫോർ മൈ വൈഫ് ആൻഡ് ഇറ്റ്സ് ഹർ ബർത്ത്ഡേ. चुपके प्यार है हमको, सिर्फ तुमसे प्यार है हमको, सिर्फ तुमसे प्यार है. This is the final song. तुम मिले दिखले और जीने को क्या चाहिए. तुम मिले दिखले और जीने को क्या चाहिए. ना हो तू उदास, तेरे पास मेरा होगा जिंदगी भर. Thanks everyone for the support.